ബജറ്റിന് തലേന്ന് ഇത്തരമൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി എന്തിനാണ് നടത്തിയത്? അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു തരത്തിലും ഇതിന്റെ നേട്ടം ധനമന്ത്രി KN ബാലഗോപാലിൽ വന്നു ചേരരുത് എന്ന വാശിയായിരുന്നു മുഖ്യമന്ത്രിക്ക്. സാധാരണ ബജറ്റിന് തലേന്ന് മുഖ്യമന്ത്രിക്ക് ബജറ്റ് വായിച്ചു കൊടുക്കുന്ന പതിവുണ്ട്. ഇത്തരത്തിൽ വായന നടക്കുന്നതിന് മുമ്പായിരുന്നു പിണറായിയുടെ പ്രഖ്യാപനം. അക്ഷരാർത്ഥത്തിൽ ബാലഗോപാൽ ഞെട്ടിപ്പോയി. അതോടെ ധനമന്ത്രിയുടെ ബജറ്റിന്റെ എല്ലാ അന്തസ്സും അസ്തമിച്ചു. അപ്പോൾ ബാലഗോപാൽ മറ്റൊരു കളി കളിച്ചു. അതാണ് ബജറ്റിൽ കണ്ടത്. ഇതോടെ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം നടപ്പാക്കുക റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമോ ശ്രീധരന്റെ വേഗ റെയിൽ പദ്ധതിയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ബജറ്റിലെ പ്രഖ്യാപനം സൃഷ്ടിച്ചു. മന്ത്രിസഭ അംഗീകാരം നൽകിയ RRTS പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് ബജറ്റിൽ 100 കോടി രൂപ നീക്കിവെച്ചു. എന്നാൽ പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട പിടിവാശി ഇല്ല എന്ന് കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ശ്രീധരന്റെ പദ്ധതിയാണെങ്കിലും സഹകരിക്കുമെന്ന സൂചനയായി ഇതിനെ വ്യാഖ്യാനിക്കാനാകും. കേരയിൽ പദ്ധതി വരും കേട്ടോ എന്നതാണ് നിലപാട് എന്ന പഞ്ച് ഡയലോഗ് ആവർത്തിച്ച മന്ത്രി ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു വിധത്തിലും കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കില്ല എന്ന ബോധ്യം സർക്കാരിനുണ്ടായത് ഏറെ സമയമെടുത്താണ്. ഇതിനിടയിലാണ് ശ്രീധരൻ തിരുവനന്തപുരം കണ്ണൂർ വേഗ റെയിൽ പദ്ധതിയുമായി സമീപിച്ചത്. ആ ഘട്ടത്തിൽ ശ്രീധരന്റെ പദ്ധതിയോട് അനുകൂല നിലപാടായിരുന്നു സർക്കാരിന് ഉണ്ടായിരുന്നത്. എന്നാൽ സർക്കാരിനെ മറികടന്ന വേഗ റെയിൽ പദ്ധതിക്ക് TPR തയ്യാറാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീധരനുമായുള്ള കൂടിക്കാഴ്ചയിൽ നിർദ്ദേശിച്ചു. പദ്ധതി പൂർണ്ണമായി കേന്ദ്രത്തിന്റെ ക്രെഡിറ്റിലേക്ക് പോയേക്കുമെന്ന നില വന്നിരുന്നു. ഇതോടെയാണ് ബജറ്റിന് തലേന്ന് RRCS പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുക്കുകയും ബജറ്റിൽ 100 കോടി രൂപ പദ്ധതിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ റാപ്പിഡ് റെയിൽ പാതകൾ കേരളത്തിൽ അനുയോജ്യമല്ലെന്ന് ശ്രീധരൻ പറഞ്ഞു. കേരള സർക്കാരിന്റെ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കില്ല. തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇത് നടപ്പാക്കാൻ കഴിയുക. സിൽവർ ലൈൻ ബദൽ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായി ശ്രീധരൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KM എബ്രഹാമും ബിജു പ്രഭാകറും തന്റെ വീട്ടിലെത്തി സംസാരിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി. 10 മാസത്തോളം പ്രതികരിക്കാതിരുന്നതിന് ശേഷം പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പറയുന്നതിനെ യുക്തി തനിക്ക് മനസ്സിലാകുന്നില്ല. പദ്ധതിയുമായി ബന്ധമില്ലാത്തതിനാൽ TPR തയ്യാറാക്കുന്ന ജോലികളുമായി താൻ മുന്നോട്ടു പോകും. ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന ബോധ്യം സർക്കാരിനുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയെ അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വേഗ റെയിൽ പാതയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. കേന്ദ്ര സർക്കാരും ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സർക്കാരുകളും ചേർന്നുള്ള നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. നമോ ഭാരത് എന്ന ബ്രാൻഡിലാണ് ഇത് സർവീസ് നടത്തുന്നത്. നിലവിൽ ഡൽഹിയിലെ ന്യൂ അശോക് നഗർ മുതൽ യുപിയിലെ മീററ്റ് സൗത്ത് വരെയാണ് സർവീസ്. 51.5 കിലോമീറ്റർ ദൂരം കൊണ്ട് 42 മിനിറ്റ് കൊണ്ട് എത്താം എന്നതാണ് പ്രത്യേകത. ഒരു ഭൂഗർഭ സ്റ്റേഷൻ ഉൾപ്പെടെ 9 എലിവേറ്റഡ് ഉൾപ്പെടെ 10 സ്റ്റേഷനുകൾ ഇതിലുണ്ട്. 5 കോച്ചുകൾ വീതമുള്ള 30 ട്രെയിനുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. 1 മണിക്കൂറിൽ താഴെയുള്ള യാത്രയായതിനാൽ ശുചിമുറിയും പാൻഡറിയും ഇല്ല. ശരാശരി വേഗം മണിക്കൂറിൽ 130 കിലോമീറ്ററാണ്. ഡൽഹി മെട്രോ റെയിൽവേ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡൽഹിയെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിച്ച് ഭാവിയിൽ 7 RTS കൂടി വരുമെന്നാണ് റിപ്പോർട്ട്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ് ബജറ്റിൽ കാണാൻ കഴിയുക. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രി സ്വയം ഗോളടിക്കുന്നത് പതിവായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ ഇടപെടാൻ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് മുഖ്യമന്ത്രിയെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഐസക്കിന് സീറ്റ് നിഷേധിച്ചത്. ബാലഗോപാൽ മന്ത്രിയായതോടെ പിണറായിക്ക് തന്റെ താൽപര്യപ്രകാരം കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന സാഹചര്യം സംജാതമായി. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയതോടെ ബാലഗോപാൽ കൂടുതൽ സ്വതന്ത്രനാവുകയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മാത്രം പ്രവർത്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ഇത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു. അതാണ് ബജറ്റിലെ ഹൈലൈറ്റ് മുഖ്യമന്ത്രി നേരിട്ട് പൊളിച്ചത്. അതോടെ കേരയിൽ റദ്ദാക്കിയിട്ടില്ലെന്നും കേന്ദ്ര പദ്ധതിയെ കണ്ണടച്ച് എതിർക്കുകയായില്ലെന്നും പറഞ്ഞ് ബാലഗോപാൽ ബജറ്റ് വായന വിവാദത്തിലാക്കി. എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചതേയില്ല. 9 ജില്ലകളിലായി 108 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് കേരയിൽ സിൽവർ ലൈനിന് വേണ്ടി വരിക. 7 ജില്ലകളിലായി കെട്ടിടങ്ങൾ നിൽക്കുന്ന 3.6 ഹെക്ടറും കേരയിൽ പദ്ധതി പരിധിയിലാണ്. നിലവിലെ സ്റ്റേഷനുകൾക്ക് സമീപത്തുകൂടെ കടന്നുപോകുന്ന അതിവേഗ റെയിൽ രൂപരേഖയും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. കേരയിൽ വരുന്നതോടെ തങ്ങളുടെ സമയം തെളിയും എന്ന പ്രതീക്ഷയിലായിരുന്നു കേരള സർക്കാരും CPM-ഉം. എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പാരയുണ്ട്. കേരയിൽ നടപ്പാക്കുന്നതോടെ കേരളം CPM-ന് എതിരാകും. അതോടെ CPM നിഷ്കാസിതമാകും.
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അർദ്ധ അതിവേഗ റെയിൽപാതയുടെ TPR 2020 ജൂൺ 17 സംസ്ഥാന ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചത്. TPR പരിശോധിച്ച റെയിൽവേ ചില വിവരങ്ങൾ കൂടുതലായി ആവശ്യപ്പെട്ടു. പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട റെയിൽവേ ഭൂമിയുടെ ലൊക്കേഷൻ, റെയിൽവേ ഏരിയയിലെ അലൈൻമെന്റ്, പുതിയ പാത വരുമ്പോൾ നിലവിലെ പാതയുമായുള്ള ലൈൻ ക്രോസിംഗുകൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്ത് നൽകാൻ റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ടത്. റെയിൽവേ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയതായി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മെയ് 12 റെയിൽവേ ബോർഡിനെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP പരീക്ഷിക്കാൻ പോകുന്ന പുതിയ തന്ത്രമാണ് അതിവേഗ റെയിൽ. ബംഗാളിൽ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച ടാറ്റ മോട്ടോഴ്സ് ഭൂമി വിവാദം പോലെ കേരളത്തിൽ റെയിൽ പദ്ധതി ഇടതുയുഗത്തിന് അന്ത്യം കുറിക്കുമെന്ന് BJPയും കേന്ദ്ര സർക്കാരും കരുതുന്നു. ബംഗാളിലെ 3.5 പതിറ്റാണ്ടുകാലത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും കർഷക രോക്ഷമായിരുന്നു. ഇടതുപക്ഷ ഭരണകാലത്ത് സിംഗൂരിൽ ടാറ്റയുടെ ചെറുക്കാൻ നിർമ്മാണശാല തുടങ്ങാൻ കൃഷിഭൂമി ഏറ്റെടുത്തതിന് എന്ന് വരില്ല വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷത്തിനായിരുന്നു മമതയ്ക്കായിരുന്നു ഇതിന്റെ നേതൃത്വം. പ്രതിഷേധത്തോടെ സ്ഥലം ഉപേക്ഷിച്ചു പോയ ടാറ്റ ഗുജറാത്തിലെ സനാദിൽ കാർ ഫാക്ടറി ആരംഭിച്ചു. അധികാരത്തിൽ എത്തിയപ്പോൾ സിംഗൂരിലെ കർഷകരെ മമത മറന്നു. തിരികെ ലഭിച്ച ഭൂമിയിൽ കർഷകർക്ക് വർഷങ്ങളായി കൃഷി ചെയ്യാനും ആവില്ല. ശ്രീധരന്റെ പദ്ധതിക്ക് മാത്രമേ അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്ന് അറിയാമെങ്കിലും പിണറായി വെറുതെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണ്. അതിൽ KN ബാലഗോപാൽ കൂടി ഇരയായി എന്ന് മാത്രം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കേരള സർക്കാരിനുള്ളത്. ബജറ്റിൽ നിന്നും മാറ്റി നിർത്തി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാനിടയില്ല എന്ന് അറിയാമെങ്കിലും പിണറായി വെറുതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതിരിക്കാൻ ബാലഗോപാൽ ജാഗ്രത കാണിച്ചതും അതുകൊണ്ടാണ്. വെറുതെ പിണറായിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ബാലഗോപാൽ തയ്യാറല്ല താനും.